ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആക്ടർ ഉണ്ടല്ലോ, വിജയ് സേതുപതി. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ബീൻസ് പൊരിയിലാണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നിലക്കടല തൊലിയെ കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. അത് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കാൻ പോവാണ്. ഇത് ഇങ്ങനെ ഇരുന്നാൽ മതി, ഒരുപാട് അരിഞ്ഞു പോകണ്ട കേട്ടോ. ചെറിയ തരിതരിപ്പോടെ ഇരുന്നാൽ മതി. അത് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സാമ്പാറിനൊക്കെ എടുക്കുന്ന നമ്മുടെ പരിപ്പുണ്ടല്ലോ, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. അതും കുറച്ചെടുത്ത് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് തന്നെ കുഞ്ഞു ജീരകവും കൂടെ ചേർത്ത് കൊടുക്കണമായിരുന്നു. അത് ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിയുമ്പോഴാണ് കേട്ടോ അതിട്ട് കൊടുത്തത്. നിങ്ങൾ മറന്നു പോവാതെ ഈ സമയത്ത് തന്നെ ഇട്ട് അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് വറുത്തെടുക്കാൻ നോക്കുക കേട്ടോ. ഇനി വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു സവോളയാണ്. അതും പൊടിപൊടിയായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നതാണ്. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ആ സമയത്താണ് ഞാൻ കുഞ്ഞു ജീരകം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ബീൻസും കൂടി ഇതിലേക്ക് ചേർക്കുകയാണ്. ബീൻസ് പൊടിപൊടിയായിട്ട് അരിയാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒത്തിരി മുഴുപ്പൊന്നും വേണ്ട. നമ്മൾ തോരനൊക്കെ അരിയുമല്ലോ, ആ ഒരു മുഴുപ്പ് മതി ഇതിനും. അപ്പം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ബീൻസ് കൂടെ ഇട്ട് കൊടുക്കാം. ഒരു പ്രത്യേക ടേസ്റ്റും സ്മെല്ലും ഒക്കെയാണ് കേട്ടോ ഇതിന്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം എരിവിനാവശ്യമായ മുളക് പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വേറെ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല. ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ കാശ്മീരി ചില്ലി അല്ല എടുത്തേക്കുന്നത്, നോർമൽ മുളക് പൊടിയാണ്. അതുകൊണ്ട് തന്നെയും എരിവിനാവശ്യമുള്ളത് ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നല്ല എരിവായി പോവും. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. എല്ലാം ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വെള്ളം നമ്മൾ ആദ്യം അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ കടലയും തേങ്ങയും ഉണ്ടല്ലോ, അപ്പം അത് മാറ്റിയിട്ട് അതിൻ്റെ ജാറ് കഴുകിയ വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലാതെ വേറെ പച്ചവെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടില്ല. അപ്പം ഇതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വെന്തെടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചാൽ മതി കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. ഒരുപാട് കനമുള്ള കഷ്ണങ്ങളൊന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. അപ്പോൾ നമ്മുടെ പയറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ കടലയും തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നമുക്ക് അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നും ഒരേ രീതിയിൽ ഉണ്ടാക്കുന്നത് മാറ്റിയിട്ടതാ ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഒന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്നറിയില്ല, പക്ഷേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിലക്കടലയും ബീൻസും ഒരുമിച്ച് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ. ഓക്കെ, സീ യു.